ഹലോ കൂട്ടുകാരി, അപ്പം ഞങ്ങൾ അട്ടപ്പാടിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വിഷു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഗുരുവായൂരൊക്കെ പോയിട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ ഒരു വൈകുന്നേരത്താണ് നമ്മുടെ അട്ടപ്പാടിക്ക് പോണത്. അതായത് വെയിലായത് കൊണ്ട് ഉണ്ണീനെയും കൊണ്ട് വെയിലത്ത് കൂടെ പോകേണ്ട പറഞ്ഞിട്ട് ഒരു 3 മണിക്ക് ശേഷമായിട്ടാണ് നമ്മൾ പോണത് അട്ടപ്പാടിക്ക്. അപ്പോൾ ഞങ്ങൾ 3 പേരും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇടാൻ വിചാരിച്ചാണ്. പക്ഷെ അപ്പക്കൂട്ടനെ അപ്പോഴേക്കും അച്ഛൻ പുതിയൊരു ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഏട്ടൻ്റെ അച്ഛൻ വിഷുവിനുള്ള ഇതൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പക്കൂട്ടൻ ആ ഡ്രസ്സ് ഇട്ടു. പിന്നെ ഞങ്ങൾ ഉള്ളതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ അട്ടപ്പാടിക്ക് പോവാണ് കേട്ടോ. കുറച്ച് ലോഡ് തന്നെ ഉണ്ട് എൻ്റെ കയ്യിൽ. കാരണം കുറച്ച് ദിവസം ഞാൻ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. ഏട്ടൻ 2-3 ദിവസം കഴിഞ്ഞാൽ റിട്ടേൺ പാലക്കാട്ടേക്ക് വരികയെ. അപ്പം ഞാൻ അപ്പക്കൂട്ടിനെ സ്കൂളിലൊക്കെ അവനാക്കിയത് കൊണ്ട് എനിക്ക് അധികം ഇനി പോയി നിൽക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ദിവസം തന്നെ നിന്നിട്ട് വരാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അത്യാവശ്യം നല്ല ചൂടൊക്കെ കുറവായിട്ട് ഒരു 4 മണി 4:30 ആയിട്ട് നമ്മൾ ചുരം കയറുന്ന സമയത്ത് ചുരത്തിൻ്റെ അവിടെ നിന്ന് അധികം ചൂടുണ്ടാവില്ല കേട്ടോ. നമ്മുടെ അട്ടപ്പാടി എത്തിയിട്ടുണ്ട്. അപ്പോൾ അട്ടപ്പാടിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ. കാരണം നമ്മുടെ പാലക്കാടിൽ നിന്ന് വരുമ്പോൾ അത്യാവശ്യം നല്ല ചൂടായിട്ട് വരിക. പക്ഷെ നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയി ഗൂളിക്കടവ് ഇറങ്ങി ചായ കാര്യങ്ങളൊക്കെ കുടിച്ച് അതിനൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പിടിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അവിടെ പോണ വഴിയിലൊരു മയിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം അത് കുറേ നേരം ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ക്ലിയർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് പോകേണ്ടിട്ട് അതിൽ കൂടി ചെറിയൊരു ഇപ്പോൾ റോഡൊക്കെ ശരിയാക്കിയത് കൊണ്ട് ഇപ്പോൾ അത്യാവശ്യം എല്ലാ വണ്ടികളും നമ്മുടെ വീടിൻ്റെ അതിലെ കൂടെ തന്നെയാണ് വരുന്നത്. അങ്ങനെ ഒരു 6:30-6 മണി ആ സമയത്ത് നമ്മൾ വീടെത്തിയിട്ടുണ്ട്. 6 മണിക്കുള്ളിൽ തന്നെ വീടെത്തിയിട്ടുണ്ട്. പിന്നെ അമ്മ അപ്പൂക്കൂട്ടനെ കണ്ടത് അമ്മ വന്നിട്ട് അപ്പൂക്കൂട്ടനെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇവനെ കാണാനാണ് അമ്മ വെറുതെ വരുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നത് കേട്ടോ. ഇവരായി പിന്നെ നമ്മളൊന്നും വേണ്ട, ഇതാണ് അവസ്ഥ. പിന്നെ ഞാൻ നേരെ നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ കയറിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ ആയിരിക്കും. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.